വെറുതെയാണേലും പൂപ്പി ഒരു മെടുക്കണ. അവനെല്ലാം അറിയണമെന്നുണ്ട്. അതുകൊണ്ടാണ് അവൻ 100 ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഈ കഥയൊന്ന് കണ്ടു നോക്കൂ, പൂപ്പിയും പൂമ്പാറ്റയും. ചട്ടിപ്പട്ടി എന്തോ കണ്ട് കുറയ്ക്കുക. അയ്യോ, എനിക്ക് പേടിയാവുന്നു. ഹായ്, ഒരു പൂമ്പാറ്റ. നല്ല ഭംഗി. ഞാനും ഈ പൂമ്പാറ്റയ്ക്കൊപ്പം കളിക്കാൻ പോവുക. ഹായ്, പൂമ്പാറ്റ പൂക്കളെ ഉമ്മ വയ്ക്കുക. ഞാനും പൂക്കളെ ഉമ്മ വയ്ക്കും. ഹായ്, നല്ല മണം. ഇതും കൊള്ളാം. ഇനി ഇതോ? ഇത് പൂവല്ല, തീർച്ച. അയ്യോ, ഇതൊരു പുഴുവാണല്ലോ. എന്താ പൂപ്പി, നിനക്ക് എന്ത് പറ്റി? അയ്യോ കാക്കമ്മേ, ഇതിലൊരു പുഴു. എനിക്ക് പേടിയാവുന്നു. നീ ഒരു മണ്ടൻ തന്നെ. അതിനെ കണ്ട് നീ പേടിക്കണ്ട. ആ പുഴു തന്നെയാണ് ഭംഗിയുള്ള ചിത്രശലഭമാകുന്നത്. എന്നിട്ടോ? ദേ, ആ ഇലയിലേക്ക് നോക്ക്. അവിടെ കണ്ടോ ഒരു ചിത്രശലഭം? അത് ആ ഇലയിൽ മുട്ടയിടുകയാണ്. മുട്ടയിൽ നിന്നാണ് ഇവനെ പോലുള്ള പുഴു ഉണ്ടാകുന്നത്. അതാ ആ ഇലയിൽ ഒരു പ്യൂപ്പ കണ്ടോ? ഈ പുഴുവും അതുപോലൊരു പ്യൂപ്പയ്ക്കുള്ളിൽ സമാധിയാകും. എന്നിട്ട് ദിവസങ്ങൾ കഴിയുമ്പോൾ ഭംഗിയുള്ള ചിത്രശലഭമായി പുറത്തു വരും. ഹായ്, കൊള്ളാമല്ലോ. നീ ഒരു മിടുക്കൻ തന്നെ. ഹായ്, കാക്കമ്മ പറഞ്ഞത് ശരിയാ. അതാ പ്യൂപ്പയിൽ നിന്നും ചിത്രശലഭം. എന്താ, നിനക്ക് എന്നെ ഇഷ്ടമാണോ? വാ, നമുക്ക് കളിക്കാൻ പോകാം. ഇനിയൊരു മ്യൂസിക്കലാണ്. ഇതിലും നിറയെ പൂപ്പിക്കുട്ടന്റെയും കൂട്ടുകാരുടെയും കുസൃതികളാണ് കേട്ടോ. കൂട്ടുകാർക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. കൂട്ടുകാരെ, നമുക്കൊരു കളിവണ്ടി ഉണ്ടാക്കാം.
പൂപ്പിക്കുട്ടനെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് എനിക്കറിയാം. പൂപ്പിയുടെ കഥകളുമായി ഞാൻ ഇനിയും വരും. കാത്തിരുന്നു. ബൈ ബൈ. കൂട്ടുകാരെ, മഞ്ചാടിയുടെ 1-ാം ലക്കവും 2-ാം ലക്കവും നിങ്ങൾക്ക് വളരെ ഇഷ്ടമായെന്ന് എനിക്കറിയാം. ഇതാ നിങ്ങൾ കാത്തിരുന്ന മഞ്ചാടിയുടെ 3-ാം ലക്കം. ഇന്ത്യയിലെ മറ്റു ഭാഷകളിൽ നിന്നുള്ള നാടോടി കഥകളാണ് ഇതിലുള്ളത്. കൂട്ടുകാർക്ക് പാടി രസിക്കാൻ ഇമ്പമുള്ള പാട്ടുകളും. മഞ്ചാടിയുടെ 3-ാം ലക്കം മറക്കാതെ വാങ്ങണേ. നഴ്സറിയിലെയും 1-ാം ക്ലാസ്സിലെയും കൊച്ചു കൂട്ടുകാർക്കായി ഇതാ ട്വിങ്കിൾ ട്വിങ്കിൾ ഒരുക്കുന്ന മൾട്ടിമീഡിയ. ഇനി കൂട്ടുകാർക്ക് കണക്കും സയൻസും ഇംഗ്ലീഷും മലയാളവും ഒക്കെ രസമായിട്ട് പഠിക്കാം. തീർന്നില്ല, നിങ്ങൾക്ക് പടം വരയ്ക്കാം, പാട്ടുകളും കഥകളും കേൾക്കാം, പഴഞ്ചൊല്ലുകളും കടങ്കഥകളും പഠിക്കാം. പിന്നെ ഒത്തിരി കളികളുമുണ്ട് കേട്ടോ. മറക്കല്ലേ, ട്വിങ്കിൾ ട്വിങ്കിൾ ഒരുക്കുന്ന മൾട്ടിമീഡിയ.